വിശദാംശങ്ങൾ. രഞ്ജിത്ത്, വോട്ട് വിഹിതം കൂട്ടുമെന്ന് ഉറപ്പാണ് BJP. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തികഞ്ഞ ഒരു വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. അവിടെ ഇപ്പോൾ BJPയുടെ ഒരു കണക്ക് കൂട്ടൽ എന്താണ്? വിനിത, 100% ഉറപ്പിച്ചൊരു സീറ്റ് BJPക്ക് സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാന ഘടകവും ജൂൺ 4 നോക്കാം എന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു കണക്ക്, ആഭ്യന്തരമായി അവരെടുത്തൊരു കണക്കനുസരിച്ച് അവർക്ക് 2 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിൽ ഒന്നാമതായി അവർ പറയുന്നത് തൃശ്ശൂർ മണ്ഡലം തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിൽ സ്ത്രീ വോട്ടർമാരുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, പരമ്പരാഗതമായി LDFനും UDFനും കിട്ടിക്കൊണ്ടിരിക്കുന്ന നായർ ഈഴവ വോട്ടുകളുണ്ട്, BJPയുടെ ഒരു ബേസ് വോട്ടുമുണ്ട്. അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് ഒരു 20,000-നും 25,000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. ഇങ്ങനൊരു ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ഒരിക്കലും BJP പറയാറില്ല. നേരത്തെയൊക്കെ തിരുവനന്തപുരത്ത് ജയിക്കും എന്ന് പറയുമ്പോഴും ആ ജയസാധ്യതയെക്കുറിച്ച് പറയുക എന്ന് അല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറയുന്ന പതിവ് BJPയിലില്ല. ഇവിടെ പക്ഷേ തൃശ്ശൂരിൽ ജയിച്ചു കയറുന്ന സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് സുരേഷ് ഗോപി 20,000-ൽ പരം വോട്ടിന് ജയിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ പോളിംഗ് ശതമാനം അത് കോൺഗ്രസിൻ്റെതാണ് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് കോവളം BJPക്ക് സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്. അവിടെ 7% വോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ കോവളത്ത് ഉൾപ്പെടെ തിരുവനന്തപുരത്തെ 7 നിയോജക മണ്ഡലങ്ങളിലും കുറഞ്ഞ വോട്ടുകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിലാണ് എന്നൊരു കണക്കുകൂട്ടൽ BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയും കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ജയിച്ചു കയറാമെന്നൊരു പ്രതീക്ഷ, അത് പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊന്നുമില്ല, ജയിച്ചാൽ ജയിച്ചു എന്ന മട്ടിൽ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളാണ് BJP ജയിക്കും എന്ന് പറയുന്നത്. ജയപ്രതീക്ഷയുണ്ടായിരുന്ന മറ്റു മണ്ഡലങ്ങളായിട്ടുള്ള ആറ്റിങ്ങൽ, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് വിഹിതം നന്നായി വർദ്ധിപ്പിക്കും. 3-ാം സ്ഥാനത്തായിരുന്നു പാലക്കാട് നേരത്തെ, അത് 3-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. പക്ഷേ ഒരു 2.5 ലക്ഷത്തോളം വോട്ട് പാലക്കാട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 2.5 ലക്ഷത്തോളം വോട്ട് പിടിച്ചതാണ്, അത് നല്ല മുന്നേറ്റമായിരുന്നു. ഇത്തവണ V മുരളീധരൻ കേന്ദ്രമന്ത്രി മത്സരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് V മുരളീധരന് ക്ഷീണമാവും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് V മുരളീധരന് അവിടെയും 2.5 ലക്ഷത്തിൽ പരം വോട്ട് പിടിക്കും എന്ന് പറയുന്നു. പത്തനംതിട്ടയിലും സമാനമായി വോട്ട് വർദ്ധിപ്പിക്കും. കാസർഗോഡും കോഴിക്കോടും അടക്കം വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടാവും. അത് 18% എത്തും എന്നുള്ളതും BJPയുടെ സംസ്ഥാന ഘടകം വിശ്വസിക്കുന്നു.